തൃശൂർ, ആറ്റിങ്ങൽ, പാലക്കാട് മണ്ഡലങ്ങളിലെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടുത്തയാഴ്ച ഉണ്ടാകുമെന്ന് അറിയുന്നു. വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങാനാണ് ബി.ജെ.പിയുടെ നീക്കം. ഏപ്രിൽ ആദ്യം തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ സജ്ജമാകാൻ കേന്ദ്രം നിർദ്ദേശം കൊടുത്തുവെന്നും വിവരങ്ങൾ വരുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ് സജി. തൃശ്ശൂരിൽ പ്രവർത്തനം ആരംഭിച്ചോ സുരേഷ് ഗോപി? ഗുഡ് മോർണിംഗ്. സുരേഷ് ഗോപി എന്തായാലും തൃശ്ശൂരിൽ പ്രചരണം തകൃതിയായി ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ തുടങ്ങി സജീവ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് സുരേഷ് ഗോപി കടന്നിരിക്കുന്നു. ഇതിനിടയിലാണ് തൃശ്ശൂർ, ആറ്റിങ്ങൽ, അതുപോലെ തന്നെ പാലക്കാട് 3 മണ്ഡലങ്ങളിൽ വരുന്ന ആഴ്ച, അതായത് ഒരാഴ്ചക്കകത്ത് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. രാജ്യത്താകമാനം 150 മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബി.ജെ.പി നേതൃത്വം ലക്ഷ്യമിടുന്നുണ്ട്. അതിൽ 3 ഇടങ്ങൾ അത് കേരളത്തിൽ നിന്നായിരിക്കും. കാരണം ബി.ജെ.പി ഏറ്റവും അധികം വിജയസാധ്യത കൽപ്പിക്കുന്ന 3 മണ്ഡലങ്ങളാണ്, പ്രത്യേകിച്ച് ആറ്റിങ്ങലും തൃശ്ശൂരും അതുപോലെ തന്നെ പാലക്കാടുമെല്ലാം. അതുകൊണ്ട് തന്നെ ഈ 3 ഇടങ്ങളിലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികൾ ഈ 3 മണ്ഡലങ്ങളിലും ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. കാരണം മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ബൂത്ത് ഭാരവാഹികളുടെ അടക്കം യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് താഴെത്തട്ടിലെ പ്രവർത്തകരിൽ ആവേശം സൃഷ്ടിക്കുക എന്ന നടപടിയിലേക്കാണ് പോകുന്നത്. അവരുമായി സംവാദിക്കുന്ന പരിപാടികൾ, അങ്ങനെയെല്ലാമായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോകുന്നു. മറുവശത്ത് ജില്ലാ കളക്ടർമാർക്കും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഏപ്രിൽ ആദ്യം തെരഞ്ഞെടുപ്പ് നടത്താവുന്ന രീതിയിൽ തയ്യാറാകാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പാർട്ടി പ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏപ്രിൽ ആദ്യം, അതായത് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം ഈ ബി.ജെ.പി നേതൃത്വം ഈ താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് കൈമാറിയിരിക്കുന്ന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 6ഓ 7ഓ ആ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ആ ദിവസം കണക്കാക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ പറഞ്ഞിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് എന്തായാലും തൃശ്ശൂരിലും ആറ്റിങ്ങലിലും പാലക്കാടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഏകദേശം സ്ഥാനാർത്ഥിയാണ് എന്നത് ഉറപ്പാണ്. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം ആറ്റിങ്ങലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വി മുരളീധരന്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. പാലക്കാട് ആരായിരിക്കും സ്ഥാനാർത്ഥിയായി എത്തുക എന്നത് മാത്രമാണ് അറിയാനുള്ളത്. അവിടെ ഒരു സസ്പെൻസ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ബി.ജെ.പി കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് ബി.ജെ.പി കടക്കുന്നു. അധികം വൈകാതെ, അതായത് ഒരാഴ്ചക്കുള്ളിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ ഉണ്ടാകും. ഓക്കെ, സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ സുധീഷ് ബി.കെ ചോദിക്കുന്നു, സുരേഷ് ഗോപി ജയിക്കുമോ? ഞാൻ എങ്ങനെ പറയും സുഹൃത്തെ? അത് സുരേഷ് ഗോപിക്ക് പോലും പറയാൻ കഴിയാത്ത കാര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പാണ്. ആളുകൾ പോളിംഗ് ബൂത്തിൽ പോയി രഹസ്യമായി വോട്ട് ചെയ്യുന്നു. അവർക്ക് ഇഷ്ടമുള്ള ആളിനെ വോട്ട് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അതുതന്നെയാണല്ലോ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. എന്തായാലും നമുക്ക് ഒരു ദിവസം അറിയാം ആരാണ് അവിടെ തൃശ്ശൂരിൽ നിന്ന് എം പി ആകുന്നതെന്ന്. അതുവരെ കാത്തിരിക്കാം.